ഹായ് ഫ്രണ്ട്സ്, PSC വിസ്ഡത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ലെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് ജഗതി ശ്രീകുമാറാണ്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത്. 2028 ഒളിമ്പിക്സ് വേദി ലോസ് ആഞ്ചലസ് ആണ്. 2028 ഒളിമ്പിക്സ് വേദി. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലാണ്. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. 2026 ഹരിവരാസനം പുരസ്കാര ജേതാവ് ശ്രീ തിരുവിഴ ജയശങ്കറാണ്. 2026 ഹരിവരാസനം പുരസ്കാര ജേതാവ്. രാജ്യത്തെ ആദ്യ കടലാസുരഹിത ജില്ലാ ജുഡീഷ്യൽ കോടതി കൽപ്പറ്റ കോടതിയാണ്. രാജ്യത്തെ ആദ്യ കടലാസുരഹിത ജില്ലാ ജുഡീഷ്യൽ കോടതി. 2026 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകൻ ബേല താറാണ്. 2026 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകൻ. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ആറളമാണ്. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി. UN എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ 2025-26 വർഷത്തെ GDP വളർച്ചാ നിരക്ക് 7.2%. UN എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ 2025-26 വർഷത്തെ GDP വളർച്ചാ നിരക്ക്. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത് ആരുടെ ആത്മകഥയാണ്? മാധവ് ഗാഡ്ഗിലിൻ്റെ ആത്മകഥയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. വാണിജ്യ അടിസ്ഥാനത്തിൽ ബയോ ബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യം ഏത്? ഇന്ത്യയാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ ബയോ ബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യം. ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ APJ അബ്ദുൽ കലാം ദേശീയ അവാർഡ് ലഭിച്ചത്? രമേശ് ചെന്നിത്തലയ്ക്കാണ് ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ APJ അബ്ദുൽ കലാം ദേശീയ അവാർഡ് ലഭിച്ചത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് ആരാണ്? RK അഗർവാളാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത്. സൂര്യാസ്ത്ര റോക്കറ്റ് സംവിധാനത്തിനായി ഇന്ത്യൻ സൈന്യം കരാർ ഒപ്പുവെച്ച രാജ്യം? ഇസ്രായേലാണ് സൂര്യാസ്ത്ര റോക്കറ്റ് സംവിധാനത്തിനായി ഇന്ത്യൻ സൈന്യം കരാർ ഒപ്പുവെച്ച രാജ്യം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത്? EP രാജഗോപാലനാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത്. അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത്? അഹമ്മദാബാദാണ് അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത്. ഗോസ്റ്റ് ഐ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? അമിതാവ് ഘോഷാണ് ഗോസ്റ്റ് ഐ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി? ഇന്ത്യയാണ് 2026 ബ്രിക്സ് ഉച്ചകോടി വേദി. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ? രാകേഷ് അഗർവാളാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ. പരമ്പരാഗത തപാൽ സേവനങ്ങൾ നിർത്തലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ് പരമ്പരാഗത തപാൽ സേവനങ്ങൾ നിർത്തലാക്കിയ ആദ്യ രാജ്യം. കിടപ്പു രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ പദ്ധതി ഏതാണ്? സാന്ത്വനമിത്രയാണ്
കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ പദ്ധതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്